Hello friends, welcome to Radhu's Food Court and Vlogs. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റിയ ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റബിൾ കറി മസാലയാണ്. വെജിറ്റബിൾ കറി മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞത് വേണം, ഗ്രീൻ ക്യാപ്സിക്കം വേണം, ക്യാബേജ് വേണം, പിന്നെ പച്ച പട്ടാണി വേണം, ടൊമാറ്റോ വേണം, പിന്നെ ഒരു സവാള വേണം. ഇത്രയും സാധനമാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുക്കറിൽ എണ്ണ ആഡ് ചെയ്ത് അതിൽ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് സവാള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒന്ന് പൾപ്പി ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഫ്രോസൺ പട്ടാണിയാണ് 1/2 കപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് പട്ടാണി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്കിയുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് വയ്ക്കും. ഇനി ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കും. ഇതൊരു 2 വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ച് തേങ്ങാപ്പാലെടുക്കാം. തേങ്ങാപ്പാലെടുത്ത് വയ്ക്കാം. നമുക്ക് ഏകദേശം 1 ഗ്ലാസ് തേങ്ങാപ്പാൽ വേണ്ടി വരും. വെള്ളം ചേർത്ത് നമുക്ക് തേങ്ങാപ്പാലെടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. എടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കുക്കർ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല മണം കിട്ടും നമ്മുടെ കറി മസാലയ്ക്ക്. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾ കറി മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ വെജിറ്റബിൾ കറി മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്തോണം. ആ ഉള്ള ചൂടിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതിയാകും. അത്രയേ ഉള്ളൂ. നമ്മുടെ വെജിറ്റബിൾ കറി മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ്, ടേസ്റ്റിയുമാണ്. ഇത് കുറുമ അല്ല. കുറുമയ്ക്കകത്ത് നമുക്ക് വേറെ ഓരോന്നൊക്കെ ചേർക്കണ്ടേ, കസകസ അങ്ങനെയൊക്കെയുള്ള മെയിൻ തിങ്സ് ചേർക്കണം. ഇതിലതൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ചപ്പാത്തിക്ക്, പൂരിക്ക്, ദോശയ്ക്ക് ഒക്കെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യണം. പെട്ടെന്ന് ഈസി ആയിട്ട് കുറേ വെജിറ്റബിൾസ് ഉള്ളിൽ പോകും നമുക്ക്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് റാധൂസ് ഫുഡ് കോർട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. See you in the next recipe. Bye bye.